ദൈവസ്നേഹത്തോടെ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പൊ മനുഷ്യന്മാര് ഉയർത്താൻ വേണ്ടി ആണ് എല്ലാവരും മനുഷ്യന്മാരെ തടവിയും സോപ്പിട്ടും വെള്ളം മേടിച്ചു കൊടുത്തൊക്കെ നടക്കണത് അല്ലേ? ഞാൻ പണ്ട് കടലോരത്ത് ജോലി ചെയ്യുമ്പോൾ ശനിയാഴ്ച പാട് ഈ ശ്രാങ്കന്മാർ ഈ കടലിലെ വെള്ളമെല്ലാം പോയി വെഞ്ചരിക്കുമായിരുന്നു 10 കൊല്ലത്തോളം. അപ്പോഴേ ഈ ശനിയാഴ്ച ഒരു പരിപാടിയുണ്ട്. ഈ ശ്രാങ്കിൻ്റെ കൂടെ കടലിൽ വെള്ളത്തിൽ പോണവരൊക്കെ നിൽക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ശ്രാങ്ക് സുഖിപ്പിക്കേണ്ടി വരും. എങ്ങനെ? വെള്ളം മേടിച്ച് കൊടുത്ത് സുഖിപ്പിക്കണം. അല്ലെന്ന് എന്താ പറയുക, തിങ്കളാഴ്ച ഒരു വെള്ളത്തിൽ കയറത്തില്ല. പണ്ട് ആൾക്കാർ തിങ്കളാഴ്ച വെള്ളത്തിൽ കയറാൻ ഇരിക്കത്തുള്ളായിരുന്നു. ഇപ്പം ഈ എല്ലാ ആർട്ടിസ്റ്റൻസും ജോലിക്കാരും ഹാങ് ഓവർ കൊണ്ട് തിങ്കളാഴ്ച കയറണില്ല, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയൊക്കെ കയറണം ആൾക്കാർ. അപ്പം നേരത്തെ അവർ വള്ളത്തിൽ കയറാനും പണിസ്ഥലത്ത് വരാൻ വേണ്ടി കോൺട്രാക്ടർമാർ എന്താ ചെയ്യേണ്ടത്? അവരെ കുടിപ്പിക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഉയർത്തുകയാണ്, കുടിപ്പിച്ചുയർത്തുകയാണ്. എന്താ കാര്യം? അവരെ ഉയർത്തിയില്ലെങ്കിൽ നമ്മുടെ വള്ളത്തിൽ അവർ കയറത്തില്ല, പണിപ്പാട്ടിൽ അവർ വരത്തില്ല, സമയത്ത് പണി തീർക്കത്തില്ല എന്നുള്ളതാണ്. ഉടമ്പടി ജീവിതം നമ്മളും ദൈവവും മാത്രമേ അതിനകത്തുള്ളൂ, വേറെ ഒരാളെ കക്ഷിയല്ല. അതിനകത്ത് മദ്യവും കക്ഷിയല്ല, വേറെ ആൾക്കാരെ സുഖിപ്പിക്കാനും നിൽക്കേണ്ട. നിങ്ങൾ മറ്റുള്ളവരെ ദൈവത്തെക്കാൾ ഉപരി സുഖിപ്പിക്കാൻ നിൽക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി പിന്നോട്ടടിക്കാൻ തുടങ്ങും. അത് വചനം വായിച്ചേ 1 പത്രോസ് 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ. ദൈവത്തിന്റെ കരമെന്നല്ല പറയണത്. എന്താ? ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിലേ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പം എനിക്ക് ദൈവം എന്നെ ഉയർത്തിയാൽ മതി എന്ന തീരുമാനം ആദ്യം എടുക്കണം. മനുഷ്യന്മാരൊക്കെ കാണുന്നവരെല്ലാം നിങ്ങളെ ഉയർത്തണം എന്ന് പറയുമ്പോഴാണ് അവിടെ കാര്യം പിടിക്കേണ്ടി വരണത്. കാണുന്നവരെല്ലാം നിങ്ങളെ ഉയർത്തണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വേറെ ദൈവം അറിയാതെ ഉയർക്കും. അതെങ്ങനെയാണ് സംഭവം? ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രീ വിസ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞായറാഴ്ച കൃപാലയം മുടക്കി അയാളെ കാണാൻ പോകും. തീർന്നില്ല പരിപാടി. എന്താ കാര്യം? അങ്ങേരെ 2 ദിവസമേ നാട്ടിൽ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോയി കണ്ടില്ലെങ്കിൽ അത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞായറാഴ്ച കുർബാന മുടക്കി അങ്ങനെ കാണാൻ വേണ്ടി കോതമംഗലത്താ, കോട്ടയത്താ, തൃശ്ശൂരാ നിങ്ങൾ പോകും. അപ്പം തന്നെ ഓർക്കുക, അയാളെക്കൊണ്ട് നേടാവുന്ന നേട്ടങ്ങൾ നിങ്ങളെ സ്വയമായിട്ട് നശിപ്പിച്ച് കളയും. എന്താ കാര്യം? ഞായറാഴ്ച കുർബാന മുടക്കിക്കൊണ്ട് വേറെ ഒരു ദൈവത്തെ സൃഷ്ടിച്ചു. ഞാനല്ലാതെ കൽപ്പന എന്താണ്? ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ട്. അപ്പോൾ വേറെ ദൈവമായിപ്പോയി. ഇങ്ങനെ വേറെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ സംഭവങ്ങൾ പലത് വരും. വേറെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് എപ്പോഴും അപര ദൈവങ്ങളെ, അതർ ഗോഡ്സിനെ കുറിച്ച് എപ്പോഴും നമുക്ക് നല്ല വിശ്വാസ മുന്നേറ്റം നടത്താൻ ഉദ്ദേശിക്കുന്നവർ അതർ ഗോഡ്സ്, വേറെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടാകണം. അതർ ഗോഡിന് നമ്മൾ വെച്ചുപൂജ ഉണ്ടെങ്കിൽ അത് സ്വർണ്ണമാകാം, പള്ളിയാകാം, അത് സ്വർണ്ണമാകാം, പറമ്പാകാം, പാർട്ടിയാകാം, അയൽക്കൂട്ടമാകാം, പാർട്ടി സമ്മേളനമാകാം, ഏരിയ കമ്മിറ്റിയാകാം. ഇങ്ങനെയുള്ള കമ്മിറ്റികളൊക്കെ ഇവരുമായി വെക്കണം. എപ്പോഴാണ്? ഞായറാഴ്ചയാണ് വെക്കണത്. കുർബാനയ്ക്ക് പോണ സമയത്താണ് വെക്കണത് അല്ലേ? അപ്പോൾ ചില കുടിച്ചിപ്പട്ടികൾ ദൈവത്തെ മറന്നുകൊണ്ട് ഓടിപ്പോയി സമ്മേളനത്തിൽ പോയി കുത്തിയിരിക്കും. അപ്പം തന്നെ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും.
നീ അതുകൊണ്ട് ഉണ്ടാക്കണ കാര്യങ്ങളെല്ലാം നിൻ്റെ കാലത്ത് തന്നെ മണ്ണടിയണ കാണാൻ നിനക്ക്. ദൈവമായിട്ട് ഡീൽ ഓർ നോട്ട് ഡീലേ പറ്റത്തുള്ളൂ, അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഡീൽ ഓർ നോട്ട് ഡീൽ. നിങ്ങൾ ഓർക്കണം, ഈ ആഴ്ച പോകണ്ട, അടുത്ത ആഴ്ച പോയാൽ മതിയല്ലോ, ഇനി ഞായറാഴ്ച വരുമല്ലോ. പക്ഷെ പറ്റത്തില്ല. ഡീൽ ഓർ നോട്ട് ഡീൽ. യു കനോട്ട് സ്റ്റെപ്പ് ഇൻ ടു എ റിവർ ടൈസ്. ഒഴുകിപ്പോകുന്ന നദിയിൽ നിനക്ക് 2 പ്രാവശ്യം കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ലെന്ന്. എന്താ കാര്യം? ആ നദി ഒഴുകിപ്പോയി. കഴിഞ്ഞ ഞായറാഴ്ച നിനക്ക് മിസ്സായ ഇറ്റ് ഈസ് മിസ് ഫോർ എവർ. ഒരു ഞായറാഴ്ച നിനക്ക് കുർബാന മിസ്സായാൽ ദാറ്റ് ഈസ് മിസ്ഡ് ഫോർ എവർ. തീർന്നു. ഇനി അത് തിരിച്ചു വരത്തില്ല. നീ ഇങ്ങനെ ഉടായ്പായിട്ട് 2 കുർബാന കണ്ട് കോമ്പൻസേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിക്കുക. അത് നിൻ്റെ തട്ടിപ്പാ, തരികിട പരിപാടിയാണ് സംഭവം. ചില സമയത്ത് ഞായറാഴ്ച ചില വിഷയങ്ങൾ കൊണ്ട് സഭ ചില സ്ഥലത്ത് ശനിയാഴ്ച സന്ധ്യയ്ക്ക് കുർബാന കൂടാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് സ്ഥിരം കലാപരിപാടി ആക്കരുത്. അപ്പോൾ ദൈവത്തിന് അറിയാം കർത്താവിൻ്റെ ദിവസം ശനിയാഴ്ചയാണ്, അല്ല, അത് ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സാക്ഷ്യങ്ങൾ പറഞ്ഞില്ലേ, നന്ദനയുടെ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും. നന്ദന പറഞ്ഞ ഞായറാഴ്ച വരുമ്പോൾ ഞാനും അപ്പനും അമ്മയും അതിന് ചേട്ടനും കൂടി ആങ്ങളെയും കൂടി ഒരുങ്ങി പള്ളിയിൽ പോകും. ഞായറാഴ്ച കർത്താവ് വരുന്ന ദിവസമാണ്. കർത്താവ് നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, മരിച്ചു, ദൈവപിതാവ് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ നമുക്ക് വേണ്ടി കുർബാന സ്ഥാപിച്ചു. ആ കുർബാനയിലൂടെ അവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു. നന്ദന പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. 5 മാസം മാത്രമാണ് ഈ വിശ്വാസത്തിൽ അവൾ വളർന്നത്. അവൾ എന്തുമാത്രം പഠിച്ചിരിക്കുന്നു, ദൈവം അവളെ എന്തുമാത്രം പഠിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ പുതിയ ആൾക്കാരാണ് ഇന്നത്തെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ത്രെട്ടെന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നീ ദൈവത്തെ മറന്നും ദൈവത്തിൻ്റെ അംഗീകരിക്കുന്നതിന് അത് പോരായ്മയെ കരുതിക്കൊണ്ട് ചത്തദൈവങ്ങളെയും കള്ളദൈവങ്ങളെയും ആരാധിച്ച് നടന്നു. നീ അതിൻ്റെ പിന്നിൽ ദൈവം അല്ലാത്തതിനൊക്കെ ആരാധിച്ചു. സ്വർണം, പറമ്പ്, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, അതിനെല്ലാം ദൈവത്തെയൊക്കെ പ്രാധാന്യം. ടേക്ക് ദ യു ടേൺ. അവൻ തിരിച്ച് നമ്മളൊരു യു ടേൺ എടുക്കേണ്ടി വരും. എന്താ കാര്യം? ഡീൽ ഓർ നോട്ട് ഡീലാണ്. ഇടയ്ക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, കോമ്പൻസേഷനും ഇല്ല. അതുകൊണ്ട് അനുതാപം എന്ന് പറയുന്നത് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. ഉടമ്പടി ഒരു പ്രൊഫഷണൽ സ്പിരിച്വാലിറ്റിയാണത്. അതിൻ്റെ അകത്ത് 3 ഘടകങ്ങൾ നമുക്കുണ്ട്. ഇത്രയും ആൾക്കാർ, ആയിരക്കണക്കിന് മനുഷ്യർ ഇതിനകം കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും വലിയ ജീവിതാനുഭവം നേടിയെങ്കിൽ ഉടമ്പടി എന്തോ ഒരു എക്സ്പെർട്ടൈസേഷനുള്ള സ്ഥലമാണ്. എക്സ്പെർട്ടേഷനുണ്ട്, പ്രൊഫഷണലിസം ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്മാർട്ട്നെസ് ഉണ്ട്. കാര്യം എല്ലാ ജനങ്ങൾക്കും, എല്ലാ തരത്തിലും ഫ്രഷ് ഹാൻഡ്സിനും പഴയ ആൾക്കാർക്കും എല്ലാം മരമറിഞ്ഞ് കൊടിയിടാവുന്ന, കൃത്യമായിട്ട് ഷാർപ്പ് ഷൂട്ട് ചെയ്യാവുന്ന, അത്രയും തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതേ രീതിയിൽ നമുക്ക് ഏണിംഗ് ഉള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണിത്. നിക്ഷേപത്തിൻ്റെ ഒരു പ്ലാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞ ഉടമ്പടി എന്ന് പറയുന്നത്. അതൊന്ന് വൃത്തിയും വിനയമായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞാൽ മതി. ഉടമ്പടി ഒരു സ്മാർട്ട് സ്പിരിച്വാലിറ്റി, അതുപോലെ ഉടമ്പടി ഒരു അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ അതിൻ്റെ എക്സ്പെർട്ടൈസേഷൻ, അതിൻ്റെ പ്രൊഫഷണലിസം, അതിൻ്റെ സ്മാർട്ട്നെസ്, ഇതെല്ലാം നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ കയറുന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച സർവശക്തനായ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആശിഷ് എബ്രാഹാം. ഞാൻ കോട്ടയം കട്ടച്ചിറ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ജൂലൈ 7-ാം തീയതിയാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അന്ന് അതൊന്നും വലിയ കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരെനിക്ക് സാക്ഷ്യങ്ങൾ അയച്ചു തന്നെങ്കിലും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നെങ്കിലും ഞാൻ അതൊന്നും ചെല്ലുകയോ സാക്ഷ്യങ്ങൾ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കൃപാസനത്തിൽ വരാനുണ്ടായിരുന്ന സാഹചര്യം, എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല.
അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് എപ്പോഴും നിർബന്ധിക്കുമായിരുന്നു, നീ കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം, മാതാവ് നിനക്കൊരു കുഞ്ഞിനെ തരുമെന്ന്. ഞാൻ അന്ന് അതൊന്നും കാര്യമാക്കില്ല. കാരണം ഞാൻ അതിന് മുമ്പ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയപ്പം ഡോക്ടേഴ്സ് പലപ്പോഴും എന്നോട് പറഞ്ഞത് നിനക്കൊരു കുഴപ്പമില്ല, കുഞ്ഞുങ്ങളുണ്ടായിക്കോളും എന്നാണ് പറഞ്ഞത്. ഞാൻ അത് കാര്യമായിട്ട് എടുത്തു. പിന്നീട് ഞാൻ സൗദി സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നീട് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് 2022 ജൂലൈ 7 ഉടമ്പടി എടുത്തെങ്കിലും എൻ്റെ ആദ്യത്തെ ഉടമ്പടി പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം എനിക്കന്ന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരു കാലിന് മുട്ടിന് സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ ആ ഉടമ്പടി പൂർത്തിയാക്കാതെ എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ പത്രങ്ങളൊക്കെ ഞാൻ വിതരണം ചെയ്തിരുന്നു, പ്രാർത്ഥനയൊക്കെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 2023 ആയപ്പോഴത്തേക്ക് എനിക്കൊരു കുഞ്ഞുങ്ങളില്ലല്ലോ, 9 വർഷമായി അന്നേരത്തേക്കും കുഞ്ഞുങ്ങളില്ലാതായിട്ട്. എനിക്ക് 38 വയസ്സായി. അപ്പോൾ ഉടമ്പടി കുഞ്ഞുങ്ങളില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. പക്ഷെ പല കാരണങ്ങളാലും എനിക്ക് ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞാൻ ഒരു വട്ടം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാനൊരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവരെനിക്ക് ഓവുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ടാബ്ലറ്റ് തന്നെങ്കിലും ഒരു വട്ടം പോലും ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, നിനക്കിപ്പോൾ വയസ്സ് 38 വയസ്സ് കഴിഞ്ഞു, അതുകൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന ഓവത്തിൻ്റെ ക്വാളിറ്റിയും വളരെ കുറവാണ്, നമ്പർ ഓഫ് ഓവംസും കുറവാണ്, അതുകൊണ്ട് ബെറ്റർ നിങ്ങളൊരു IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായി ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ എനിക്കൊരു 10 ദിവസത്തെ ഇഞ്ചക്ഷൻ എഴുതി തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുക, നമുക്കൊരു സ്കാനും കൂടി ചെയ്ത് നോക്കാം, നിങ്ങൾക്കുണ്ടാകുന്ന ഓവത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ IVF ചെയ്തിട്ട് കാര്യമുള്ളൂ, നിങ്ങൾക്ക് അതുകൊണ്ടേ സക്സസ് ആകുള്ളൂ, ഇല്ലെങ്കിൽ അത് IVF ഫെയിലിയർ ആയിപ്പോകും. ബെറ്റർ നിങ്ങൾ ഒരാളുടെ ഡോണറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓവം റിസീവ് ചെയ്തിട്ട് IVF ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി. ഞാൻ അങ്ങനെ ആ IVF എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ മാഡത്തിനോട് ഡയറക്റ്റ് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ അടുത്ത മാസം വരാം, ഞാൻ IVF ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് IVF വേണ്ട, എനിക്ക് IVF കൂടാതെ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി. പക്ഷേ ഞാൻ ആ വീട്ടിൽ വന്നിട്ടും വീണ്ടും എനിക്കിവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞാനൊരു ഹോമിയോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ആയപ്പോഴും അവരെന്നോട് പറഞ്ഞു, PCOS ആണ്, നിനക്ക് PCOSന് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ PCOSന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒറ്റമൂലി 2-3 വട്ടം എനിക്ക് തന്നു. അന്നേരം ഒന്നും എനിക്ക് ഒരു വട്ടം പോലും ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവിനോട് ഉടമ്പടി എത്തിയാൽ എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉറച്ചു വന്നു. ഞാൻ പലവട്ടം ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാം, ഉടമ്പടി പുതുക്കാം, മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തരുമെന്ന്. എന്നാലും പല കാരണത്താലും അത് നീങ്ങിപ്പോയി. പിന്നീട് എൻ്റെ വാശിപ്പുറത്ത് ഞാൻ മമ്മിയും കൂട്ടി ഇവിടെ വന്ന് 2023 ഡിസംബർ 22 ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ അന്ന് മുതൽ മാതാവിൻ്റെ തൈലം അടിവയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് പ്രാർത്ഥിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എന്നും വൈകുന്നേരം ഹസ്ബൻഡിനെ വിളിച്ച് എൻ്റെ കൂടെ ഇരുത്തി ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കുമായിരുന്നു. അങ്ങനെ അതുകൂടാതെ ഞാൻ പത്രം പലയിടത്തും വിതരണം നടത്തി. ഓട്ടോ സ്റ്റാൻഡുകളിലും എനിക്കറിയാത്ത മനുഷ്യരിലും എന്നെക്കൊണ്ട് അറിയാവുന്നതുപോലെ ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതുകൂടാതെ എനിക്ക് പത്രം തരുന്നവരോട് ഞാൻ അങ്ങോട്ടും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. എൻ്റെ ഉടമ്പടി എന്നതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ മാതാവിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ 2 മാസവും ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. അത് 3-ാം മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് അന്നേരം ഒരു ചെറിയ ബിസിനസ് ചെയ്യുകയായിരുന്നു. ആ ബിസിനസ് അന്നേരത്തേക്കും നഷ്ടത്തിലായി, കടങ്ങൾ ഒത്തിരിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ജോലിക്ക് പോകാൻ ഞാൻ തയ്യാറെടുത്ത് എൻ്റെ ബയോഡേറ്റയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂവിന് ഏജൻസിക്ക് കൊടുത്തു. എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. ഏപ്രിൽ മാസം പകുതി ആയപ്പോഴത്തേക്ക് എനിക്ക് ഡേറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രത്യേകം ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ എനിക്കൊരു കുഞ്ഞിനെ തരണം, കാരണം ഈ ഒരു മാസം കൂടെയേ ഉള്ളൂ, അടുത്ത മാസം എനിക്ക് ഇൻ്റർവ്യൂ ആണ്. ഇത് കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം എന്നോട് ഡോക്ടർ നേരിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സാധാരണമായിട്ടൊരു കുഞ്ഞുണ്ടാകില്ല, അതുകൂടാതെ നിങ്ങൾക്ക് IVF ചെയ്താലും സക്സസ് ആവില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു ഡോണറിൻ്റെ ഓവം ഇല്ലാതെ നിങ്ങൾക്ക് IVF ചെയ്തിട്ടും കാര്യമില്ല എന്ന് അവരെന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് മാനുഷികമായി എനിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യത
സാധ്യതയില്ല. അതുകൂടാതെ ഞാൻ ഒരു വട്ടം IUI ചെയ്തതാണ്. അപ്പം അന്ന് ഞാൻ മാതാവിൻ്റെ കാശ് പിടിച്ചുകൊണ്ടാണ് IUI ചെയ്തത്. അപ്പോഴൊക്കെ എൻ്റെ വിചാരം മാതാവ് കാശ് രൂപം ഉണ്ടെങ്കിൽ എൻ്റെ IUI സക്സസ് ആകുമെന്ന്. പക്ഷെ ഞാൻ അന്നൊക്കെ മാനുഷികമായാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവം എനിക്ക് ദൈവികമായിട്ടൊരു കുഞ്ഞിനെ തരാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഞാനന്ന് മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെ അതും എനിക്ക് ഡ്രോപ്പായി. ഞാൻ പിന്നെ എന്നും മാതാവിൻ്റെ തൈലം വയറ്റിൽ തൂത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരാഴ്ച മുമ്പ്, ഈസ്റ്റർ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം മാതാവിനും ഈശോയും കൂടെ എനിക്ക് ഉദരത്തിലൊരു കുഞ്ഞിനെ തന്ന് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസങ്ങളിൽ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 4-ാം മാസമായപ്പോഴത്തേക്ക് എനിക്ക് വയറുവേദന ആരംഭിച്ചു. വയറുവേദനയായിട്ട് ഞാൻ പലവട്ടം ഹോസ്പിറ്റലിൽ ചെന്നെങ്കിൽ അവരെന്നോട് പറഞ്ഞു ഇതൊക്കെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടു. പിന്നീട് എനിക്ക് വേദന കൂടുതലായി. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് അവരെന്നോട് പറഞ്ഞു ഒരു ഗ്യാസ്ട്രോ സർജനെ കാണും, ഈ വയറുവേദന എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഓരോ ആഴ്ചയും ഞാൻ ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ കാരണം, വേദന കാരണം ഞാൻ അഡ്മിറ്റ് ആകാൻ തുടങ്ങി. 26-ാമത്തെ ആഴ്ചയായപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ SGOT SGPT ഭയങ്കര ഹൈ ആണ്, പാൻക്രിയാറ്റൈറ്റിസ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ടി വരും, കുഞ്ഞിനെയും വെളിയിലെടുക്കണം, 6-ാം മാസത്തിൽ ഗോൾ ബ്ലാഡറും എടുത്ത് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഹസ്ബൻഡ് അന്നേരത്തേക്കും ജോലി കെട്ടി വെളിയിൽ പോയിരുന്നു, എൻ്റെ മമ്മി മാത്രമേ കൂടുതലുള്ളൂ. ഈ 6-ാം മാസത്തിൽ കുഞ്ഞിനെ സർജറി ചെയ്തെടുത്ത് ഇങ്ങനെ കുഞ്ഞിനെ വളർത്തും, ആന്തരികാവയവങ്ങളൊന്നും വളർച്ച എത്തത്തില്ലാത്ത കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്നോർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു. അന്ന് ഡിസ്ചാർജായി ഞാൻ വീട്ടിൽ വന്ന് ആദ്യം ചെയ്തത് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഞാൻ എന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചോ അന്ന് മുതൽ എനിക്ക് പിന്നീട് ആ വേദന ഉണ്ടായിട്ടില്ല. 36-ാമത്തെ ആഴ്ചയിലാണ് എനിക്ക് ഡെലിവറി ആയത്. അവരെന്നോട് പറഞ്ഞു 36-ാമത്തെ ആഴ്ച ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം സ്റ്റോൺ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ 36-ാമത്തെ ആഴ്ചയിൽ മാതാവ് എനിക്ക് ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അവളുടെ പേരാണ് നോറ മറിയം പ്രിൻസ്. മറിയം എന്ന പേരിടണമെന്നാണെന്ന് ഞാൻ ആഗ്രഹിച്ച് ഹസ്ബൻഡ് നോറ മറിയം എന്നാണ് പേരിട്ടത്. അതുകൂടാതെ എനിക്ക് SVTയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, സുപ്രാവെൻട്രിക്കുലർ ടക്കിക്കാർഡിയ. അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് പാൽപിറ്റേഷനായി വന്നുകൊണ്ടേയിരുന്നു, പ്രഗ്നൻസിയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനാദ്യം ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അതുകൂടാതെ ഡെലിവറി ആകാൻ വേണ്ടി അവർ അഡ്മിറ്റ് ചെയ്തതിൻ്റെ തലേ ദിവസം എനിക്ക് വീണ്ടും SVT ഉണ്ടായി. എന്നെ ഇപ്പം ഹോസ്പിറ്റൽ ഡെലിവറി റൂമിൽ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ ഹാർട്ട് റേറ്റ് 190 പോയി, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് 180 അപ്പോഴത്തേനും അവർ പറഞ്ഞു നോക്കാം, നിനക്ക് അഡിനോസിൻ തരേണ്ടി വരും, അഡിനോസിൻ തന്നാൽ എന്താ സംഭവിക്കുകയെന്ന് അറിയില്ല, പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കുറയും, അതുപോലെ തന്നെ നിൻ്റെ ഹാർട്ട് റേറ്റും ഡ്രോപ്പ് ആകുന്നതിൻ്റെ ഒപ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റും കുറയും, എന്താ പറ്റുക എന്നറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ മമ്മിൻ്റെ ലേബർ റൂമിൻ്റെ വെളിയിലിരുന്ന് മാതാവിനോട് ഉറക്കപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. വിത്തിൻ സെക്കൻഡ്സിൽ എൻ്റെ ഹാർട്ട് റേറ്റ് 90 കുറഞ്ഞു. ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് നോർമൽ ഡെലിവറിയിലൂടെ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ അടുത്ത് മെൻ്റലി ചലഞ്ചിലായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് എല്ലാ മാസവും ഫുഡൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ പൈസ കൊടുത്ത്, ഭവനമില്ലാത്തവർക്ക് ഭവനം വെക്കാൻ പൈസ കൊടുത്തു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അനാഥ മന്ദിരത്തിൽ ചെറിയ പിള്ളേർക്ക് ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം വിതരണം ചെയ്യാൻ സാധിച്ചു. എനിക്ക് അറിയാൻ മേലാത്ത ആളുകളിലേക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പത്രം വിതരണം ചെയ്യാൻ. പക്ഷേ പിന്നീട് ഞാൻ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യാൻ എൻ്റെ മനസ്സോടുകൂടി ഞാൻ പത്രം വിതരണം ചെയ്യാൻ സാധിച്ചു. മാതാവിനെക്കുറിച്ച് എനിക്കറിയാവുന്ന പോലെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പത്രം തരുന്നവരോടും ഞാൻ എൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് പ്രാർത്ഥനയിൽ എനിക്ക് ഒത്തിരി മുന്നോട്ട് വരാൻ സാധിച്ചു. നേരത്തെ കൊന്ത ചെല്ലാനൊക്കെ എനിക്ക് ഒത്തിരി മടിയായിരുന്നു. ഇന്ന് എല്ലാ ദിവസവും എനിക്ക് 153 മണി ജപം ചെല്ലാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനകൾ മുടക്കാതെ ചെല്ലാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ പള്ളിയിൽ പോകാനും സാധിക്കുന്നു. കഴിയുന്ന ദിവസങ്ങളിലെല്ലാം എനിക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടുള്ള ഇഷ്ടം എനിക്ക് ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. അതുകൂടാതെ കുഞ്ഞുണ്ടാകാഞ്ഞപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞായിരുന്നു, ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാം, നമുക്ക് അതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്നെല്ലാം മാറി ദൈവം എനിക്ക് ഒരു കുഞ്ഞിനെ ദൈവികമായി എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ പറയുന്നു. അതുകൂടാതെ അച്ഛനെ വന്ന് കാണാമെന്ന് എന്നോട് മമ്മി പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പൂർത്തിയാക്കാതെ ഞാൻ എങ്ങനെ അച്ഛനെ വന്ന് കാണുമെന്ന് ഞാൻ അന്നേരം വിഷമിച്ചു. കാരണം എനിക്ക് അച്ഛൻ്റെ മുമ്പിലോ ഈശോയുടെ മുമ്പിലോ നിൽക്കാൻ യോഗ്യതയില്ല. ഞാൻ എന്ത് പറഞ്ഞ് അച്ഛനോട് അനുഗ്രഹം ചോദിക്കും? അതുകൊണ്ട് അച്ഛൻ ഇവിടെ വന്ന് എല്ലാവരുടെയും തലയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഈ ചാപ്പലിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന്
ഞാൻ തല കുനിച്ചിട്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അച്ഛനെ എല്ലാവരുടെയും തലയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതെൻ്റെ തലയിലും ആയിരിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് ഒരു കുഴപ്പമില്ലാണ്ട് എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പിന്നീട് എൻ്റെ കാശ് രൂപം എനിക്ക് പിന്നീട് സർജറി ചെയ്യേണ്ടി വന്നു, ഗോൾ ബ്ലാഡർ എടുത്ത് കളയേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഞാനിവിടെ വന്ന് ഉടമ്പടി ജനുവരി 8-ാം തീയതി 2026 എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചു. എല്ലാവിധ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒത്തിരിയധികം നന്ദി പറയുന്നു. എൻ്റെ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് മേരി. ഞങ്ങൾ ഇതെൻ്റെ മകനാണ്. ഞങ്ങൾ പെരുമ്പാവൂർ കോട്ടപ്പടി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്. ഞങ്ങളിവിടെ വന്നത് ആദ്യമായിട്ട് ഞങ്ങൾ തൃശ്ശൂരാണ് താമസിച്ചിരുന്നത്. അവിടെ ഞങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലവും ഒരു വീടുമുണ്ടായിരുന്നു. അവിടേക്ക് ഞങ്ങൾക്ക് 1 മീറ്റർ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ വഴിയിൽ അപ്പുറത്തെ വീട്ടുകാർ ഞങ്ങൾക്ക് സ്ഥലം നീക്കി കൊടുത്തിട്ട് വഴി തരാമെന്ന് പറഞ്ഞിട്ട് അത് തന്നില്ല. അപ്പോഴത്തേക്കും അപ്പോഴാണ് 18-ൽ ഞങ്ങൾ ഇവിടെ വന്ന് എൻ്റെ ചേച്ചി തൃപ്പൂണിത്തുറയിലുള്ള എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു, ഇങ്ങനെയൊരു കൃപാസനമുണ്ട്, നമുക്ക് അവിടെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോഴേ ഈ വഴിയില്ലാതെ കാരണം സ്ഥലമില്ലാത്ത കാരണം എൻ്റെ മോന് ഭയങ്കര വിഷമമായി. അവൻ ആ വീട്ടിൽ നിൽക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കണില്ല, ഇവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞു. അയാൾ ആ വീട് ഇപ്പുറത്തെ സ്ഥലം മേടിച്ചു. ഞങ്ങളുടെ വീട് ഇത്തിരി താഴ്ന്നതായിരുന്നു. 15 അടി താഴ്ച മുകളിലേക്ക് അയാൾ നമ്മുടെ വീട് മറച്ചിട്ട് അയാൾ മതിൽ കെട്ടി. അപ്പം ഇവന് ഭയങ്കര വിഷമമായി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വാടകയ്ക്ക് പോയി. അപ്പം ഞാനിവിടെ വന്ന് എടുത്ത് 5-ാമത്തെ ഇതിൽ ഞങ്ങൾ അച്ഛനെ കാണാൻ പറ്റി ഞങ്ങൾക്ക്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നു. അപ്പോൾ എൻ്റെ മോൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെയും ചേട്ടൻ്റെയും ജോലി നഷ്ടപ്പെട്ടു. പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി. 12 വർഷം ചേട്ടനും വർക്ക് ചെയ്തു, 8 വർഷം മോനും വർക്ക് ചെയ്തു. അത് പെർമനൻ്റ് അല്ലായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ടതോടുകൂടി നമ്മുടെ എല്ലാ ഇതും വിഷമായി. അപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ആ സ്ഥലം വിൽക്കുവാൻ വേണ്ടിയിട്ട് അച്ഛനൊരു കാശ് രൂപം തന്നു. ആ ഫ്രണ്ടിലെ മുറ്റത്ത് അത് മണ്ണിൽ ഇട്ട് വെച്ച് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, മോന് കാശ് രൂപം കൊടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഏത് ആൾക്കാർ ആ വീട് മേടിക്കാൻ വന്നാലും അയാൾ വഴിയില്ല എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തി നിൽക്കുക. അതൊരാൾ വന്നും 23.5 ലക്ഷത്തിന് സ്ഥലം മേടിച്ച് കരാർ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് മുഖേനയാണ് 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നിരുന്നു. അപ്പോഴത്തേക്കും ബാങ്കുകാർ വന്നപ്പോഴത്തേക്കും ഈ മുകളിലുള്ള ആ മനുഷ്യൻ പറഞ്ഞു, ഇവിടെ വഴിയില്ല എന്ന് പറഞ്ഞു. വഴിയില്ലാത്ത കാരണം ബാങ്കുകാർ മടങ്ങിപ്പോയി. അപ്പോൾ അവർക്ക് ആ 1 ലക്ഷം അപ്പം തന്നെ കിട്ടണമായിരുന്നു. അത് നമ്മളുടെ കയ്യിൽ നിന്ന് വേറൊരു ഇതിൽ നമുക്ക് കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു, 2 ആളുടെയും ജോലി പോയി. അപ്പം നമ്മുടെ കയ്യിൽ ആ പൈസ കുറച്ച് നമ്മൾ അതിൽ നിന്ന് ചിലവാക്കി. ഒരു കുറി ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. ആ കുറിയിലേക്ക് അടയ്ക്കാൻ പറ്റാതായപ്പോഴത്തേക്ക് അതിൽ നിന്ന് എടുത്ത് നമ്മൾ കുറി അടച്ചു. അപ്പോൾ അയാൾ കേസ് കൊടുത്തു, വക്കീൽ നോട്ടീസ് വന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവരുടെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു അവധി പറഞ്ഞു, ഇത്ര പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വക്കീലിനോട് ഒരു അവധി പറഞ്ഞു, നമ്മൾക്ക് തന്ന പൈസയല്ലേ, നമ്മൾ മാതാവിനെ വിശ്വസിച്ച് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതൊരു തെറ്റായ വഴിയിൽ കൂടി നമുക്ക് പോവേണ്ട കാര്യമില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു കുറി ഉണ്ടായിരുന്നു, ആ കുറി വിളിച്ച് അവരുടെ പൈസ കൊടുത്തു. അങ്ങനെ പിന്നെ ഒരാൾ വന്നു 20.5 ലക്ഷത്തിന്. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. 20.5 ലക്ഷത്തിന് വന്നു. അവർ വന്നു നോക്കി. പിറ്റേ ദിവസം നമുക്ക് കരാർ എഴുതാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അവർക്ക് വഴിയില്ല എന്ന്. നമുക്ക് 1/2 സെൻറ്റ് വഴി അവിടെ ഉണ്ട്, നമ്മുടെ ആധാരത്തിലും ഉണ്ട്.
അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഒരാൾ മേടിക്കാൻ വന്നപ്പോഴത്തേക്കും ആ സ്ഥലം അളപ്പിക്കാൻ വന്നപ്പോൾ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പം ഞങ്ങളുടെ ആധാരത്തിൽ കിടക്കുന്ന അര സെൻറ്റ് ഇല്ല. അപ്പം അത് മുകളിലേക്ക് നമുക്ക് വരുന്ന വഴിയാണ് ഈ 1/2 സെൻറ്റ്. അപ്പോൾ അങ്ങനെ അയാൾ തർക്കിച്ച് ആ വില്ലേജ് ഓഫീസർ തല്ലുകൂടി അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം ഒരാൾ 18 ലക്ഷത്തിന് എടുക്കാൻ വന്നു. ആ 18 ലക്ഷത്തിന് ഞങ്ങൾ വീട് കൊടുത്തു. 18 ലക്ഷത്തിന് വീട് കൊടുത്തപ്പോൾ നമുക്ക് ആ നാട്ടിൽ അത്രയും സ്ഥലം മേടിക്കാൻ പറ്റിയില്ല. അപ്പം എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ അവിടെ വന്ന് ഞങ്ങൾ 7 സെൻറ്റ് സ്ഥലം വാങ്ങി. അപ്പം ഞങ്ങളുടെ കയ്യിൽ ആകെ 20 ലക്ഷം രൂപയുള്ളൂ. സ്ഥലം വാങ്ങി നമുക്ക് വീട് വയ്ക്കാനുള്ള പൈസ ഇല്ലല്ലോ. അപ്പം ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവ് എങ്ങനെയെങ്കിലും എനിക്കിത് നന്നായി ഒരു വീട് നമുക്ക് കിട്ടണം, അതിനാണ് ഞാൻ ഇതാണ്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഒരു 1090 സ്ക്വയർ ഫീറ്റ് വീട് പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഒരു അടുക്കളയും ബാത്റൂമും പണിത് കയറാന്ന്. എങ്ങനെയൊക്കെയാണോ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് ആ മാതാവ് എനിക്ക് ആ വീടിലെ ഫുള്ള് പണിയും തീർത്ത് ഞങ്ങൾ ഇപ്പം ടൈലോട്ട് എല്ലാ പണിയും കഴിച്ച് മാതാവ് എനിക്ക് തന്നു. അതുപോലെ ഞങ്ങൾക്ക് കിണറുണ്ടായിരുന്നില്ല. ആ കിണർ വേറെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തത്. നമ്മൾ എന്നും ഒരാളുടെ വീട്ടിൽ വെള്ളം എടുക്കുന്നത് ശരിയല്ലോ എന്ന് വെച്ച് പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ 20,000 രൂപ പലിശക്കെടുത്ത് ഒരു കിറ്റാച്ചി ഉണന്നിട്ട് പകുതി ഭാഗവും കിണർ കുത്തി. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് അതിൽ വെള്ളം പിന്നെ കിണറൂത്തുകാർ വന്നു. അതിൽ ഭയങ്കര പാറയായിരുന്നു പറഞ്ഞു. അപ്പോൾ ബ്രേക്കറിന് കുത്തി എടുക്കാമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഇത് പൊടിയുന്ന പാറയാണ്. മാതാവിൻ്റെ മുമ്പിൽ നിന്ന് 1000 വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലി. വെള്ളത്തിന് വേണ്ടി നമുക്ക് പൈസ എടുക്കാനുമില്ല, ഒന്നിനുമില്ല. അങ്ങനെ നമ്മൾ ആ ഇത് കിണർ കുത്തി നമ്മൾക്ക് വെള്ളം നല്ല സമർത്ഥ്യമായിട്ട് കണ്ടു. ഞാനൊരു 1000 വിശ്വാസ പ്രമാണമല്ല ചെയ്തത്, കണ്ണീരോടുകൂടി ചെയ്തത്. അപ്പോഴത്തേക്കും വെള്ളം വന്നു. അപ്പം അതിന് ആൾമറ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആ സമയം ഇതായി. അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഈ ഇത് കെട്ടാനുള്ള വഴി ഞങ്ങൾക്ക് മാതാവ് തരണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആ കടം വീട്ടിയിട്ട് 35,000 രൂപ കടം എടുത്ത് പിന്നെ എൻ്റെ ആങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കിണർ ഇപ്പം കെട്ടി. അതാണ് ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ ഈ വീട് പണി കഴിഞ്ഞാലും ആ വീട് വിറ്റ് കഴിഞ്ഞാലും സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ ഇവിടെ മോന് ജോലിക്ക് പോകണം, ഒരു പ്രശ്നമില്ലാണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ കഴിയണം. പിന്നെ ഞാനിവിടെ തൃശ്ശൂരായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട് പള്ളി അടുത്തായിരുന്നു. എന്നും ഞാൻ കുർബാനയ്ക്ക് പോവുമായിരുന്നു. ഞങ്ങൾ കോട്ടപ്പടി വന്നപ്പോഴാണ് നമ്മൾക്ക് ഇത്തിരി 2 കിലോമീറ്റർ പോകണം ഇതിന്. അപ്പം ഞായറാഴ്ച പോകും, കൊന്തയ്ക്ക് പോകും, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോകും. പിന്നെ ഇത് നമ്മൾ ആസ്പത്രികളിൽ 2-3 മാസം കൂടുമ്പോൾ അവർ ചോറ് അപ്പോൾ 5 പൊതി 6 പൊതി ചോറ് നമ്മൾ കൊടുക്കും. ഇത് എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി പറയുന്നു.